2025 എത്തി. ഒരുപാട് സ്വപ്നങ്ങളും അതിലേറെ പ്രതീക്ഷകളുമായി നമ്മൾ ഓരോരുത്തരും വരവേൽക്കുകയാണ് പുതുവർഷത്തെ. അപ്പോൾ കോതമംഗലത്തുകാരെ ചെറിയ വലിയ സ്വപ്നങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ? 2025 എനിക്ക് പറയാനുള്ള എൻ്റെ ജീവിത അനുഭവങ്ങൾ വെച്ച് നമ്മുടെ കേരളത്തിൽ സാമൂഹികപരമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ ആവശ്യമാണ്. കൂടുതൽ വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വേണ്ടത്. കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പോയിട്ട് അവിടെ പോയി ഓരോ ജോലി ചെയ്തിട്ടും യാതൊരു ഭാവിയെക്കുറിച്ചും ഒരു ചിന്തയില്ലാതെ എടുത്തിയാടി ഈ ഏജൻസിയുടെ അമിതമായ പ്രോത്സാഹനങ്ങൾ, അമിതമായ വാഗ്ദാനങ്ങൾ നൽകി പിള്ളേരെ ചതിക്കുഴിയിൽ വീഴ്ത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവരുടെ എല്ലാ സ്വപ്നങ്ങളും നശിപ്പിച്ച് അവർ തിരിച്ചു വരുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല കുട്ടികളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസപരമായ മാറ്റങ്ങളാണ്. ഈ വിദേശത്തേക്ക് പോകുന്ന അത്രയും സാമ്പത്തികം വിദേശത്തേക്ക് നമ്മൾ കൊടുത്തു വിടുന്നു, വിദേശത്ത് നമ്മുടെ മക്കൾ വിടുന്നു. അതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കുമെങ്കിൽ ആ വിദ്യാഭ്യാസം, അവരുദ്ദേശിക്കുന്ന വിദ്യാഭ്യാസം അതായത് ജോലി സംബന്ധമായി പെട്ടെന്ന് ജോലി ലഭിക്കുന്ന രീതിയിലേക്കുള്ളൊരു വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ വന്നാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. അത് വലിയ ഭാവിയിലേക്ക് എല്ലാ ജനങ്ങൾക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ കുടുംബങ്ങൾക്കും ഒരു നേട്ടമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നമ്മുടെ ജേക്കബ് ജ്വൽസിനെ കുറിച്ച് പറയുവാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കോതമംഗലത്ത് വന്നിട്ട് 3 മാസമായി. ഇതുപോലെ നമ്മളെ അംഗീകരിച്ച ജനങ്ങൾ, കാരണം നമ്മുടെ സ്റ്റാഫുകളെയും അതുപോലെ എല്ലാവരും, സ്റ്റാഫിനെ എടുത്ത് പറയാനില്ല, എല്ലാവരും കൂടപ്പിറപ്പാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ഒരു കൂടപ്പിറപ്പായിട്ട് കണ്ട് അംഗീകരിച്ച ജനങ്ങളുണ്ട് ഇവിടെ. ആ രീതിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും, അതാണ് നമ്മുടെ ആഗ്രഹവും. ബെസ്റ്റായിട്ട് വരുന്നൊരു അപ്ഡേഷൻ എല്ലാവരെയും ഒരു കൂടപ്പിറപ്പായിട്ട് കണ്ടിട്ട് ആ രീതിക്ക് പോകുന്ന രീതി, അതാണ് ജേക്കബ് ജ്വൽസിൻ്റെ രീതി. 2025 ഒരു നല്ല ഫുഡ് കോർട്ട് തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഫുഡ് കോർട്ട് നമ്മുടെ ഹോസ്പിറ്റലിനും ഇവിടെ വരുന്ന ഉപഭോക്താക്കൾക്കും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് നല്ലൊരു ഫുഡ് കോർട്ട് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. 2025 മുൻ വർഷത്തെ അപേക്ഷിച്ച് യുവജനങ്ങളും വിദ്യാസമ്പന്നരായ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് ഒഴിവാക്കി നമ്മുടെ നാട്ടിൽ ഒരു തൊഴിൽ സംരംഭങ്ങളും വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ചുള്ള നിലപാടും സർക്കാരും ഒക്കെ പുലർത്തുന്നത് നല്ലതായിരിക്കും. നാട് നന്നായിട്ട് വികസിക്കുന്ന മലയൻകീഴ്, അതുപോലെ തന്നെ കോതമംഗലം ടൗണുകൾ, നല്ല നല്ല സ്ഥാപനങ്ങൾ വരണം. ഇപ്പോൾ തന്നെ റിലയൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ധർമ്മേരി ആശുപത്രിയുടെ പണികൾ നടക്കുന്നു. അതുപോലെ നമ്മുടെ കോതമംഗലത്ത് ഒത്തിരി മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വീണ്ടും നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നെന്ന് അപേക്ഷിക്കുന്നു. 2025 എല്ലാവർക്കും ഒരു ശാന്തിയുടെ സമാധാനത്തിൻ്റെ നാളുകളായിരിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് വേറെ ഒന്നുമല്ല, ഇപ്പോൾ പേപ്പർ എടുത്താൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ആക്രമണങ്ങളാണ്. ഇന്ന് വാഹനാപകടങ്ങളും, അതായത് നിരത്തുകളിൽ കണ്ടമാനം ജീവൻ പൊലിയുന്നുണ്ട് നമ്മുടെ. അപ്പോൾ ഇതിൽ നമ്മുടെ ഗവൺമെൻറ് തക്കതായ ഒരു നടപടി എടുക്കണമെന്നാണ്. കാരണം ഈ കഴിഞ്ഞ വർഷം നമ്മുടെ നിരവധിയായ ഒത്തിരി പേര് വാഹനാപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട്. അതിന് റോഡിലെ ട്രാഫിക് നിയമങ്ങളെല്ലാം ജനങ്ങൾ പാലിക്കണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. ഹെൽമറ്റ് എല്ലാവരും നടപ്പിലാക്കിയതുകൊണ്ട് ഒത്തിരി ഹെഡ് ഇഞ്ചുറികൾ ഒത്തിരി ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കാൻ എല്ലാവരെയും ബോധവൽക്കരണം ആവശ്യമാണ്. അത് വാഹനാപകടങ്ങൾ ശരിക്കും നമുക്ക് കുറയ്ക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ അടുത്താണെങ്കിലും ആക്സിഡൻ്റ് കേസുകൾ ധാരാളം റിപ്പയറിങ്ങിന് വരുന്നുണ്ട്. നല്ലൊരു ഇഞ്ചുറികൾ വരുന്നുണ്ട് കാരണം എല്ലാവർക്കും. അതുകൊണ്ടാണ് നമ്മളിത് പറയാൻ കാരണം.